നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പലവട്ടം ജീവൻ നിലനിർത്തിയ ആളൂർ ജംഗ്ഷനിലെ നാട്ടുമാവുകളുടെ ശിഖരങ്ങൾ ഇന്നലെ വീണ്ടും വെട്ടിമാറ്റി. ഹൈക്കോടതി ഉത്തരവിന്റെ പേര് പറഞ്ഞാണ് അവധി ദിവസത്തിന്റെ മറവിൽ ഇന്നലെ 2 മാവുകളുടെ ഒരു ഭാഗത്തെ ശാഖകൾ വെട്ടിമാറ്റിയത്. ടാക്സി ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്ന് ബാക്കി ശിഖരങ്ങൾ വെട്ടാനായില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തെ വീട്ടുടമയുടെ പരാതിയിൽ 3 മാവുകളും ലേലം ചെയ്യാൻ PWD അധികൃതർ എത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ലേലം റദ്ദാക്കിയിരുന്നു. പിന്നീട് ഒരു മാവ് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതും പ്രതിഷേധത്തിനിടയാക്കി. ആളൂർ പഞ്ചായത്ത് BMCയുടെ നേതൃത്വത്തിൽ കോട്ടയത്തെ വൃക്ഷചികിത്സകൻ D. ബിനു മാവിന് ചികിത്സ നൽകിയതിന്റെ ഫലമായി മാവ് പൂർവാധികം ഊർജ്ജസ്വലതയോടെ വളർന്ന് പൂത്ത് നിറയെ മാങ്ങകളുമായി നിൽക്കുകയാണ്. അതോടൊപ്പം സമീപത്തെ മറ്റൊരു മാവിന്റെ കൊമ്പുകളാണ് ഇന്നലെ വെട്ടിമാറ്റിയത്. ആളൂർ വൃക്ഷ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാവിന്റെ ചുവട്ടിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ വൃക്ഷമിത്ര പുരസ്കാര ജേതാവ് VK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടുമാവ് സംരക്ഷകനായ M. മോഹൻദാസ് അധ്യക്ഷനായി. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മേഖലാ സെക്രട്ടറി MS ജയചന്ദ്രൻ, പക്ഷി നിരീക്ഷകൻ KS റാഫി, CV ജോസ്, NO ജോസഫ്, EK ജനാർദ്ദനൻ, SM വിജയകുമാർ, ജോസ് വടക്കൻ എന്നിവർ സംസാരിച്ചു. ഇനിയും മരങ്ങൾ വെട്ടാൻ ശ്രമമുണ്ടായാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും യോഗം മുന്നറിയിപ്പ് നൽകി. മീഡിയ ടൈം, ആളൂർ. ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ ഈ മാവിനെ എൻ്റെ കൊമ്പുകൾ വെട്ടാനും മാവ് തന്നെ വെട്ടും എന്നുള്ള തരത്തിലൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്, വെട്ടാൻ വന്ന ആളുകളും ഒക്കെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ കുറേ കൊമ്പുകൾ വെട്ടിയപ്പോൾ കുറേ കൊമ്പുകൾ അധികം വെട്ടി, എന്നാലും കൂടുതൽ നാട്ടുകാരൊക്കെ ഇടപെട്ടതുകൊണ്ട് മുഴുവൻ വെട്ടി നശിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം വീണ്ടും വെട്ടുമെന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യാതൊരു പ്രശ്നമില്ലാതെ ആർക്കൊരു ഉപദ്രവമില്ലാതെ നല്ല രീതിയിൽ തഴച്ചു വളർന്ന് തണൽ വിരിച്ച് നിൽക്കുന്ന ഈ മാവുകൾ വെട്ടി നശിപ്പിക്കുന്നത് ആരുടെയൊക്കെയോ വ്യക്തിപരമായ താല്പര്യം മാത്രമാണ് അതിനകത്തുള്ളത്.